ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് നടുന്നതിനെ കുറിച്ചാണ്. അതെന്ത് പ്ലാന്റാണ്, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് സ്റ്റീവൻ ചേട്ടൻ പറയും. നമ്മളിപ്പോൾ ദുരിയാൻ്റെ ഒരു പ്ലാന്റാണ് വാങ്ങി വെച്ചാണ്. അപ്പോൾ ഇത് നമ്മൾ നടാനുള്ള തയ്യാറെടുപ്പിലും കാര്യങ്ങളിലുമാണ്. അപ്പോൾ നമ്മളിവിടെ കുഴിയും കാര്യങ്ങളും റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ ദുരിയാൻ നടണമെന്ന് വിചാരിച്ച് നമുക്കിപ്പോൾ എന്ത് ചെടി, ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ചെടിയായാലും നമ്മൾ നടന്നത് സെയിം കണ്ടീഷനിൽ തന്നെ നട്ടാൽ മതി. ഈ ഓരോ ചെടിക്കും ഓരോ രീതിയൊന്നുമില്ല. നമ്മൾ ശരിക്കും ഇപ്പോൾ ഈ ദുരിയാൻ്റെ ഞാൻ കറക്റ്റായിട്ട് നമ്മൾ കുഴിയെടുത്തത്, അതിനകത്ത് വളമിട്ടത്, കവർ ചെയ്തേക്കണ എല്ലാ പാർട്ടുകളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളോട് ഒരുപാട് ആൾക്കാർ ഓരോ സംശയം ചോദിക്കണത് റംബുട്ടാൻ എങ്ങനെ നടണം, മാങ്കോസ്റ്റിൻ്റെ എങ്ങനെ നടണം, മറ്റേ ഓരോ ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടണം എന്നുള്ള. അപ്പോൾ അതിന് ഭൂരിഭാഗം ഫ്രൂട്ട്സിൻ്റെ തൈക്കളും നമ്മൾ ഈ സെയിം മെത്തേഡിൽ മാത്രം നട്ടാം. പിന്നെ കരപ്രദേശമാണെങ്കിലാണ് നമ്മളിപ്പോൾ പറയുന്ന മെത്തേഡിൽ നന്നായി. സ്വല്പം വെള്ളക്കെട്ടും കാര്യങ്ങളും വർഷത്തിൽ വെള്ളം വന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ മെത്തേഡിൽ നടരുത്. നമ്മൾ കൂന കൂട്ടിയിട്ട് നമ്മൾ നടണം. അത് നമ്മൾ റംബുട്ടാൻ നടണത് കൂന കൂട്ടി 2 വിധത്തിൽ നടണത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ വീഡിയോ കാണാം. അത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്മളുടെ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ ആ വീഡിയോ എടുത്ത് തരും. അപ്പോൾ അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് നല്ലൊരു പ്ലാന്റാണ്. നമ്മളിപ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ്. ഇതിൻ്റെ ഈ ടോപ്പിലേക്ക് വളരുന്ന ഭാഗം ഈ ശിഖരം തുടങ്ങിയാണ് നമ്മളിത് ഇവിടെയാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി വന്ന ഈ ശിഖരങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ ശിഖരങ്ങളെ നമ്മൾ വളരാൻ അനുവദിക്കരുത്. കാരണം എന്നാൽ അതിപ്പോൾ കട്ട് ചെയ്ത് ഫുള്ളായിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ചെടി ചിലപ്പോൾ ഉണങ്ങിപ്പോകും. അപ്പോൾ അതിനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് അതിന് പുതിയ കൂമ്പുകൾ വരുമ്പോൾ, ഇപ്പോൾ ചുരുക്കം ഇതുമ്പോൾ വരുന്ന കൂമ്പുകളൊക്കെ ഞാനിങ്ങനെ കിള്ളിക്കളഞ്ഞ് ഇപ്പോൾ ഞാൻ വാങ്ങിയത് ഇവിടെ മേലൂരുള്ള ഒരു കർഷകൻ്റെ വീട്ടിൽ നിന്നാണ്. നേഴ്സറിയും കാര്യങ്ങളൊന്നും അല്ല, എന്നാലും പുള്ളി എല്ലാ ഫ്രൂട്ട്സിൻ്റെ തൈക്കളും ഉൽപ്പാദിപ്പിച്ച്, ഇപ്പോൾ റംബുട്ടാനുണ്ടായാലും പുള്ളി ഫ്രൂട്ടായിട്ട് കൊടുക്കാറില്ല, അതൊക്കെ സീഡ് എടുത്ത് മുളപ്പിച്ച് തൈകൾ ഉൽപ്പാദിപ്പിച്ച് ആ തൈകളാണ് സെയിൽ ചെയ്യണത്. അത് നേഴ്സറികൾക്കും അതുപോലെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പോയാലും അവിടെ നിന്ന് കിട്ടും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കർഷകനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി മാക്സിമം നമ്മളൊരു സംഭവം, ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുക്കാവുന്ന ഏണിങ്സ് എത്രയാണോ അത് മാക്സിമം എടുക്കുന്ന ഒരു ആളാണ്. അപ്പോൾ തൈകളും അതുപോലെ തന്നെ നല്ല, ഇപ്പോൾ ഈ തൈ കണ്ട, ഇതിന് ഒരു ശിഖരം ഇവിടെ ഉണ്ട്, ഇപ്പോൾ മുകളിലേക്ക് അതുപോലെ നല്ല ഇതിനകത്ത് നിറച്ചിരിക്കുന്നതുണ്ടോ, ആട്ടുംകാട്ടമുണ്ട്, ചാണകമുണ്ട്, എല്ലാവരും ഉണ്ട്. അതുപോലെ നല്ല ഗ്രോത്തിൽ വളരണമുണ്ട്. ഇപ്പോൾ നമ്മൾ ദുരിയാൻ ആകെ ഇപ്പം നമ്മളുടെ ഈ അടുത്ത മേഖലയിൽ, ഇപ്പോൾ ഈ അങ്കമാലി സൈഡിൽ ഞാൻ ആകെ കണ്ടത് ഈ ഒരു വീട്ടിലാണ്. നമ്മൾ മക്കോട്ടദേവയും ദുരിയാൻ്റെയൊക്കെ വീഡിയോ ഇട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ഡ്രമ്മിൽ ചെടികൾ വളർത്തുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുള്ളിയുടെ 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ തൈയാണത്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, തൈക്ക് എത്ര രൂപയായിന്ന് വീഡിയോയിൽ എന്താ പറയാത്തതെന്ന്. അത് ഞാൻ വീഡിയോയിൽ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാനത് വീഡിയോയിൽ ഇപ്പോൾ പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ ഒരു സംശയമാണ്. നമ്മളിപ്പോൾ ഈ തൈ വാങ്ങിയത്, ഇതിൻ്റെ റേറ്റ് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞാലും യൂട്യൂബിൽ അതുപോലെ തന്നെ കിടക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടുവച്ചായിരിക്കും ആരെങ്കിലും ആളെ കോൺടാക്ട് ചെയ്യണേ. ആളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇന്നത്തെ റേറ്റ് ആയിരിക്കില്ല. ഇപ്പോൾ 21-ലെ റേറ്റ് അല്ല 22-ലെ റേറ്റ് അല്ല 23 വരുമ്പോൾ നമ്മളുടെ വീഡിയോ 23-ലും 24-ലും ഒക്കെ ഇതുപോലെ തന്നെ കിടക്കും. അപ്പോൾ പിന്നെ വിളിക്കുന്നവർ പറയും അതിനകത്ത് വീഡിയോയിൽ ഇത്ര പൈസയാണല്ലോ പറയണത്, അപ്പോൾ കാശ് എന്താ കൂടി. അപ്പോൾ അങ്ങനെ 1-2 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റേറ്റ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പറയാതെ. റേറ്റ് ഈ തൈ വേണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മൾ ആളുടെ നമ്പർ വീഡിയോയിൽ കൊടുത്തിരിക്കും. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ആ തത്സമയമുള്ള റേറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരും. ആൾ കൊറിയറിൽ വരെ അയച്ചു കൊടുക്കുകയും കാര്യങ്ങളും ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ തൈന്ന് മാത്രമല്ല, അവിടെ ഒരുപാട് തൈക്കളും ഉണ്ട്. അപ്പോൾ ആളെ കോൺടാക്റ്റ് ചെയ്താൽ ഒരുവിധമുള്ള എല്ലാ തൈയും കിട്ടും. നല്ലൊരു കർഷകൻ്റെ വീട്ടിൽ നിന്നാണ്. നമുക്ക് നേഴ്സറി കൊടുക്കണതിലും ലാഭമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ തൈ നടാൻ പോവുക. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ തൈ നടണതിന് നമ്മൾ കുഴി ഒരുക്കി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഇട്ടേക്കണമെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മളൊരു 2 കിലോ വേപ്പൻ പിണ്ണാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു 2 കിലോ എല്ലുപൊടിയും കൂടി ഇടാൻ വേണം. 2 കിലോ എല്ലുപൊടി. ഇപ്പോൾ ഇത് 2 കിലോ എല്ലുപൊടി ഉണ്ട്, 2 കിലോ വേപ്പൻ പിണ്ണാക്കും ഉണ്ട്. രണ്ടും ഒരുമിച്ചിട്ടേക്കാം. 2.5 അടി വീതിയും അതുപോലെ നീളം താഴ്ചയും ഏകദേശം
നീളം ഇത്തിരി കൂടുതലുണ്ട്. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കിയിട്ടേക്കാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് തന്നെ ഇടാൻ പോണത് കരിയിലയാണ്. നല്ല പ്ലാവിൻ്റെ കരിയില കൊണ്ടുവന്ന് ഒരു അര ഭാഗം പ്ലാവിൻ്റെ കരിയില ഇട്ട് കൊടുക്കാൻ വേണം. നമ്മളിപ്പോൾ കുഴിയിൽ കരിയില ഇട്ടുണ്ട്. അതുകൂടാതെ നമ്മളിവിടെ ആട്ടുംകാട്ട ഉരുപ്പുണ്ട്, ഒരു 2 പാട്ടയുടെ അടുത്ത് ആട്ടുംകാട്ടമുണ്ട്, അതുപോലെ ഒരു 2 കിലോ വേപ്പ് മണ്ണാക്കും ഉണ്ട്, എല്ലുപൊടിയുണ്ട്, രണ്ടും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഇവിടെ ഇപ്പുറത്ത് ഈ മേൽമണ്ണ് കിടക്കണതിൽ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഇടാം. നമ്മൾ ആട്ടുംകാട്ട ഇവിടെ ഇട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ വേപ്പ് മണ്ണാക്കും എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലുപൊടി വേപ്പ് മണ്ണാക്കും ഇട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് മേൽമണ്ണും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കരിയിലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ആട്ടുംകാട്ടം, വേപ്പ് മണ്ണാക്ക്, എല്ലുപൊടി ഇതും നമ്മുടെ ഈ ഇപ്പോൾ കുഴിയെടുത്തപ്പോഴുള്ള മേൽമണ്ണും കൂടി നമ്മൾ മിക്സ് ചെയ്താണ് ഈ കിടക്കുന്നത്. ഇനി ഇത് നമുക്ക് ഈ കരിയിലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ മേൽമണ്ണെടുത്ത് കുഴി മൂടാം. അപ്പോൾ നമ്മൾ വളമൊക്കെ മേൽമണ്ണും വളവും കൂടി മിക്സ് ചെയ്തത് കരിയിലയുടെ മുകളിലേക്ക് ഇട്ട് റെഡിയാക്കി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ആ കിടക്കുന്ന മേൽമണ്ണും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. അപ്പോൾ നമ്മളിത് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്ന് നമ്മളുടെ വളവും കാര്യങ്ങളും ഒക്കെ ഒന്ന് ആ വെള്ളമൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒന്ന് അതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 2-3 ദിവസം നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മണ്ണുമായിട്ട് ഓക്കെ ആവും. നമ്മൾ അതിന് ശേഷം ചെടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് ചൂടോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഏൽക്കില്ല. പെട്ടെന്ന് വളർന്നു പോരാനുള്ളൊരു കണ്ടീഷൻ കിട്ടുകയും ചെയ്യും. വളം വലിച്ചെടുക്കാവുന്ന രീതിയിലായി കിട്ടും. ഇപ്പോൾ നമ്മൾ കുഴി റെഡിയാക്കി അത് കഴിഞ്ഞ് അതിനകത്ത് വളമിട്ട് മൂടുകയും കാര്യങ്ങളും എല്ലാം ചെയ്തു. കുഴി അതുപോലെ തന്നെ പഴയ ലെവലിൽ മൂടിയിട്ടു. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ കണങ്ങും മറ്റേ വാഴയുടെ കച്ചിൽ അങ്ങനെ എല്ലാം കൂടിയിട്ട് മൊത്തം മൂടിയിട്ടേക്കുക. അതിട്ട എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് കിടന്ന് തറഞ്ഞു പോരും. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഞാനൊരു 3-4 ദിവസത്തേക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടായുള്ളൂ. പക്ഷേ എനിക്കിത് നടാനായിട്ട് വരാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞാലും നല്ലതാണ്, 2 ആഴ്ച ആയാലും നല്ലതാണ്. കാരണം ഇതിൻ്റെ അടിയിൽ കിടക്കണ മണ്ണും വളവും ഒന്ന് മിക്സായി ശരിക്കും ചെടിക്ക് വലിച്ചെടുക്കാവുന്ന ഒരു രൂപത്തിലേക്ക് ആയി കിട്ടും. അപ്പം നമ്മൾ ഇതിനകത്ത് കുഴിയെടുത്ത് നട്ട് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ വേരുകൾ പാസ് ചെയ്യും, പെട്ടെന്ന് ഗ്രോത്തായി കിട്ടുകയും. അപ്പോൾ മൂടിയിട്ടതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തറയരുത്, പുല്ലും വരില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇതിനെ മാറ്റിയിട്ട് നമ്മൾ തൈ നടാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഈ അടിയിലെ ശിഖരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടത്തി കളയണം. അല്ലെങ്കിൽ ഇവിടെ വെള്ളവും വളവും ഇവിടേക്ക് വലിച്ചെടുത്തിട്ട് നമ്മളുടെ ഇതിൻ്റെ വളർച്ച കുറയും. ഇപ്പോൾ ഇതിന് ഞാൻ വന്നായിരുന്നു അടത്തി കളഞ്ഞതാണ്. ഇപ്പോൾ ഇതിൻ്റെ കണ്ട ഇത് പൊടിപ്പ് തന്നെ. അപ്പോൾ ഈ പൊടിപ്പിനെ നമ്മൾ വളരാൻ അനുവദിക്കാതെ അത് മെല്ലെ അടത്തി കളയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വളവും വെള്ളമൊക്കെ ഇതിലേക്ക് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്തും. നമ്മളുടെ ചെടി ഒരാഴ്ച മുമ്പ് ഇത്രയും വലിപ്പം ഉണ്ടായുള്ളൂ, അതിന് ശേഷം വളർന്നതാണ് ഇത്രയും ഇലകൾ. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ വളമിട്ട് റെഡിയാക്കി വെച്ചേക്കണതാണ്. നമുക്കിനി ഈ തൈയുടെ കവറിന് എത്ര വലിപ്പമുണ്ടോ ആ കണ്ടീഷനിൽ ഒരു കുഴി ഇതിൽ റെഡിയാക്കിയിട്ട് നമുക്ക് നടാം. ഇത് ശരിയാക്കിയിട്ടിട്ട് നമ്മൾ അതുപോലെ ഇവിടെ പറമ്പ് നനയ്ക്കുമ്പോൾ ആ കൂട്ടത്തിൽ നനച്ചു കൊടുക്കും. അപ്പോൾ ഇന്നലെ ഇപ്പം ഞാൻ നനച്ചേക്കണതാണ്. അപ്പോൾ വളം ശരിക്കും കണ്ട. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഈ ചെടി വാങ്ങിയ സ്ഥലത്തെ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് തൈകളും കാര്യങ്ങളും കിട്ടും. പൊട്ടിച്ചു. ഇനിയിപ്പോൾ അതൊക്കെ ഇതെടുക്കാം. ഇച്ചിരി നമ്മൾ ശരിക്കും ഈ ലെവലിൽ മണ്ണ് വരേണ്ട കാര്യമുള്ളൂ. സ്വല്പം കയറിയാലും കുഴപ്പമില്ല, എന്നാലും ഓവറായിട്ട് കയറേണ്ട കാര്യമില്ല. അതുപോലെ ഈ ഭാഗത്ത് പൊടിപ്പ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അടത്തി കളയാം. ഇതിപ്പോൾ പൊടിപ്പാണ്. നമുക്ക് ഈ മണ്ണ് വലിച്ച് ഇതിൻ്റെ കടക്കയിലേക്ക്
പോരായ ഉണ്ടെങ്കിൽ നമുക്ക് സ്വല്പം മണ്ണ് എടുത്തിട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ടാൻ്റെ ഗുണമെന്ന് വെച്ചാൽ പുല്ല് മുളക്കില്ല, ചെടി പെട്ടെന്ന് വളർന്നു കിട്ടും, ഒരുപാട് കടയ്ക്ക് മുട്ടിക്കുകയും വേണ്ട. നമുക്കിതിന് സപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതുമ്പോൾ വല്ലതും വീഴുക കാര്യങ്ങളും ചെയ്താൽ ഇത് ഒടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മളൊരു താങ്ങ് കൊടുത്ത് കെട്ടാൻ, ഇത് നമ്മൾ 2 സൈഡും കൊടുക്കണതെന്ന് എന്നാന്ന് വെച്ചാൽ ഒരു സപ്പോർട്ടും കൂടിയാണ്. നമ്മൾ കുഴിയെടുത്ത് വളമിട്ട് മൂടിയേക്കണം, എന്നാൽ ഇങ്ങനെ കൈക്ക് താത്താൻ പറ്റണേ, അല്ലെങ്കിൽ ഇങ്ങനെ താത്താൻ പറ്റില്ല. ഒരു പക്ഷേ നമ്മളിങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു അടയ്ക്കാരത്തിൻ്റെ പട്ട എന്തെങ്കിലും വീണാലും നമ്മുടെ ചെടിക്ക് കാര്യമായിട്ട് കോട്ടാൻ പറ്റില്ല. ഇപ്പം എന്താണ് അടുത്ത പരിപാടി? നമ്മൾ തണൽ ഒരു തണങ്ങും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിടണ നനവ് നിൽക്കും. ഇത് നമുക്ക് 6 വർഷമാണ് കായ്ക്കാൻ പറയണേ, അപ്പോൾ നമുക്ക് 5 വർഷം കൊണ്ട് കായ്പ്പിക്കണം. അതാണ് നമ്മളുടെ ലക്ഷ്യം. ഇപ്പോൾ ഒരു ദുരിയാനും കൂടി ഉണ്ട്, അതും ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിന് ഇത്രയും ശിഖരങ്ങളായിട്ട് ഇങ്ങനെ പൊട്ടി ആളധികം പൊക്കം വയ്ക്കാത്തവനും ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുക. അതിപ്പോൾ വെച്ചിട്ട് ഒരു 5-8 മാസമായിട്ടുണ്ട്. ഇതിപ്പോൾ വീടിനോട് ചേർന്ന് വെക്കാതിരിക്കണം നല്ലത്, അതുകൊണ്ടാണ് നമ്മൾ പറമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കണം. പിന്നെ ഇതിൻ്റെ സ്ഥലം നല്ല വെയിൽ ആവശ്യമാണ്. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രം ഇത് ശരിക്കും വളർന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ അടിക്കൊമ്പുകളൊക്കെ ഉണങ്ങിപ്പോവും. അപ്പോൾ നല്ല വെയിലേറുണ്ടെങ്കിൽ അടിക്കൊമ്പൊക്കെ നിന്ന് കിട്ടുകയും ചെയ്യും, അതുമൊക്കെ നിറയെ ചക്ക ഉണ്ടായി കിട്ടുകയും ചെയ്യും. ഭയങ്കര റേറ്റുള്ള സാധനം 1500 രൂപയിലധികം ഒരു ചക്കയ്ക്കായിട്ട് കിട്ടും. കിലോയ്ക്കായിട്ടുണ്ട് 1000 അങ്ങനെ എന്തോ ഭയങ്കര റേറ്റുള്ള സംഭവമാണ്. ഇന്നാൾ നമ്മളുടെ വാട്സാപ്പിൽ ഒരാൾ പറഞ്ഞിരുന്നു, ആൾക്ക് എത്രയോ മരങ്ങളുണ്ട്, അപ്പോൾ അതിൻ്റെ മുന്നേ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു തന്നു. പുള്ളിക്ക് കിട്ടണ, പുള്ളി ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട, പിന്നെ ഇതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാവുന്നതും. അപ്പോൾ നമ്മളിപ്പോൾ ഈ 3 കാലും കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു സപ്പോർട്ടായിട്ടൊന്ന് ഒരു വള്ളിയിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു സാധനം വീണാലും ഒന്നും പറ്റരുത്. അപ്പോൾ ചെടി ഇതിൻ്റെ ഉള്ളിൽ സുഖമായി നിൽക്കുകയും ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെടി നട്ടേച്ചും ഇങ്ങനെ ഇട്ടേച്ചും പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടി വളരില്ല. നമ്മളപ്പോൾ ഇപ്പോൾ ഡെയിലി വേനൽക്കാലം ആയതുകൊണ്ട് ഡെയിലി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കൊടുക്കുക. അടിവെള്ളം നമ്മൾ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിക്വിഡായിട്ട് വളങ്ങളും കൊടുത്താൽ ഇനിയിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ വളം ചെയ്യാനായിട്ട്, വളം ഒഴിച്ചു കൊടുക്കാൻ ലിക്വിഡ് ആണെങ്കിൽ? ഇതിനിപ്പോൾ വളം കൊടുത്തു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് കവറിലിരിക്കുന്ന ചെടിയാണ്. നമ്മൾ കവർ മാറ്റി മണ്ണിലേക്ക് വെച്ചത് ചെടി ഇറങ്ങിട്ടില്ല, അതിൻ്റെ വേരുകളോ ഒന്നും അറിയണില്ല. കവർ പൊട്ടിച്ച് കവർ മാറ്റി നേരെ ഇതിൽ വെച്ചു. അപ്പോൾ ഇതുപോലെ തന്നെ വളർന്നു വന്നോളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലിക്വിഡായിട്ടുള്ള വളങ്ങളുണ്ടെങ്കിൽ നേരെ കടക്കി വെച്ച് കൊടുക്കേണ്ട, കുറച്ച് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ആ വേര് അതിലേക്ക് പാസ് ചെയ്ത് പെട്ടെന്ന് വളർന്നു. നമ്മളൊരു 6 മാസം കഴിയുമ്പോൾ ഈ ചെടീനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ലിക്വിഡ് വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രോങ് ആണെങ്കിൽ അതിനെ ഒന്ന് ഡയലൂട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ യൂസ് ചെയ്യണതെന്ന് പറഞ്ഞാൽ വലിയ പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ ബയോഗ്യാസിൻ്റെ സ്ലറി എങ്ങനെയാണ് നമുക്ക് കിട്ടണേ, അതെങ്ങനെയാണ് യൂസ് ചെയ്യണേ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഉള്ള വളങ്ങളാണെങ്കിൽ നമുക്ക് സാമ്പത്തിക ചിലവ് കൂടാതെ ചെടികൾ നന്നായി. ഈ ചെടിക്ക് ഞാൻ കൊണ്ടുവന്ന് വെച്ചേ പിന്നെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞോണം ഇതിന് കവറിൽ നനയ്ക്കുമ്പോൾ ഇത് ഡൈലൂട്ട് ചെയ്താൽ ഒഴിച്ചു കൊടുക്കാറ്. ബയോഗ്യാസ് സ്ലറി, ബയോഗ്യാസിൻ്റെ സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കാറ്. അതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് വെച്ചേ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വളർന്ന് ഒരാഴ്ചയും കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നട്ട് കഴിയുമ്പോൾ ഒരു കൈവെള്ളം തളിക്കണമെന്നൊക്കെ പറയും പഴയ കാരണങ്ങൾ. അതൊക്കെ വളരെ അർത്ഥവത്താണ്. ഇത് ഞങ്ങളുടെ മറ്റൊരു ദുരിയാനാണ്. നമ്മളിത് വെച്ചിട്ട് ഏകദേശം ഒരു 6 മാസമായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ ഒരു ജാതിയാണ് കേട്ടോ, ജാതി മരമാണ്. ഒരു ചെറിയ പ്ലാന്റാണ്, ഒരുപാട് വലിപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് ജാതിക്ക നിറച്ചുണ്ടായി കിടപ്പുണ്ട്. നല്ല വലിപ്പമുള്ള ജാതിക്ക, നല്ല വലിപ്പമുള്ള ജാതിക്ക, നല്ല ഇവിടെ എല്ലാം ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. അത് ബഡ് തയ്യാണേ, നല്ലൊരു പ്ലാന്റാ. അപ്പോൾ ജാതിയെ പറ്റി ഒരുപാട് പേര് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ജാതിയുടെ മാത്രമായിട്ടൊരു വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ 1-2 ജാതിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അറിവുകളൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്കും, അതെല്ലാം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ കൃഷിലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ്റെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.